ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുക? ഫൈൻഡ് എക്സ് ആൻഡ് വൈ ഇഫ് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലേ, മെട്രിക്സസ് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. 2 ഇൻറ്റു ഒരു മെട്രിക്സ് പ്ലസ് വേറൊരു മെട്രിക്സ് ഇസ് ഈക്വൽ ടു അനദർ മെട്രിക്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം 2 ഇൻറ്റു ഈ മെട്രിക്സിന് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിരിക്കുവാണ്, പ്ലസ് ഈ മെട്രിക്സ് അതായത് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുക, അതിനെ ഈ തന്നിരിക്കുന്ന മെട്രിക്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വൈയുടെയും വാല്യൂസ് കിട്ടും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാം. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 2 ഇൻറ്റു ഓരോ എലമെൻറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നതാണ്. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു 1 ഇസ് 2, 2 ഇൻറ്റു 3 ഈസ് 6, 2 ഇൻറ്റു 0 0, അടുത്തത് 2x. ദിസ് പ്ലസ് our second matrix y 0 1 2 equal to 5 6 1 8. ഇതാണല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലേ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോഴാണ് ആ സം കിട്ടുക എന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 2 + y is equal to 5 എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടില്ലേ? 2 + y is equal to 5. അതുപോലെ എക്സ് ഉള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, 2x + 2 is equal to 8 എന്ന് എഴുതിക്കൂടെ? 2x + 2 is equal to 8. അപ്പോൾ 2 + y is equal to 5 ആണെങ്കിൽ what is the value of y? 5 - 2, 5 - 2 is equal to 3. വൈയുടെ വാല്യൂ കിട്ടി. ഇനി ഇതിൽ നിന്ന് 2x is equal to നമുക്ക് 8 - 2 6 എന്ന് എഴുതാൻ പറ്റും. സോ x is equal to 6/2 which is equal to what? 3. അപ്പോൾ നമുക്ക് എക്സിൻ്റെയും വാല്യൂ കിട്ടി, വൈയുടെയും വാല്യൂ കിട്ടി. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ നമ്പർ 9. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 10. അപ്പോൾ നമുക്കിപ്പോൾ തന്നതുപോലെ തന്നെയാണ് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഫ്രം ദിസ് വി നീഡ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂസ് ഓഫ് എക്സ് വൈ ഇസഡ്. ഓക്കെ, ഈ ഫസ്റ്റ് ടേം കണ്ടോ? ഇവിടെയും സ്കെയിലാർ 2 വെച്ചിട്ട് ആ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുവാണ് ആ മെട്രിക്സിനെ. അതേപോലെ ഇവിടെ എന്താണ്? സ്കെയിലാർ 3 വെച്ചിട്ട് ആ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ഇവിടെയും 3 എന്ന് പറയുന്ന സ്കെയിലാർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പുറത്ത് കിടക്കുന്ന ആ സ്കെയിലാറിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റെപ്പാണ് ഇനി എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് മെട്രിക്സിലോട്ട് നോക്കുക. ആദ്യം എന്ത് വരും? 2x വരും, അടുത്തത് 2z വരും, 2y വരും, 2t വരും. ദിസ് മെട്രിക്സ് പ്ലസ് അടുത്തത് നോക്കിക്കേ, 3 ഇൻറ്റു 1 3, അങ്ങനെ 3 ഇൻറ്റു -1 is -3, 3 ഇൻറ്റു 0 is 0, 3 ഇൻറ്റു 2 is 6. ദിസ് ഇസ് ഈക്വൽ ടു അടുത്ത് തന്നിരിക്കുന്നത് വീണ്ടും ആ 3 എന്ന് പറയുന്ന സ്കെയിലാർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 3 9, 3 ഇൻറ്റു 5 15, 3 ഇൻറ്റു 4 is 12, 3 ഇൻറ്റു 6 is 18. ഓക്കെ, ഇത്രയും വന്നു. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് 2x + 3 is equal to 9 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. 2z - 3 is equal to 15 എന്ന് കൊടുക്കുമ്പോൾ ഇസഡിൻ്റെ വാല്യൂ കിട്ടും. അങ്ങനെ ഓരോന്ന് നമുക്ക് എടുത്തെഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആളെന്താണ്? 2x + 3 is equal to 9. ഇതിൽ നിന്ന് 2xൻ്റെ വാല്യൂ എന്താണ്? 9 - 3 is equal to 6. ഫ്രം ദാറ്റ് x is equal to നമുക്ക് 6/2 എന്ന് വെച്ചാൽ 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് 2z - 3 is equal to 15 എന്ന് എഴുതാം അല്ലേ? 2z - 3 is equal to 15 which is equal to what? 2z is equal to 15 + 3, 15 + 3 is 18. അപ്പോൾ അതിൽ നിന്ന് z is equal to 18/2 which is equal to 9 എന്ന് കിട്ടും. ഓക്കെ, ഇനി 2y + 0 is equal to 12 എന്ന് എഴുതാം അല്ലേ? 2y + 0 is equal to 12. So from that 2y is equal to 12 എന്ന് കിട്ടും. വൈയുടെ വാല്യൂ ഇപ്പോൾ എന്താ വരിക? y is equal to 12/2 is equal to what? 6. ഇനി അടുത്തത് നമുക്ക് കിട്ടുന്നത് ഇതാ 2t + 6 is equal to 18 എന്ന് എഴുതാം അല്ലേ? 2t + 6 is equal to 18. So from that 2t is equal to 18 - 6. 18 - 6 എത്രയാ? 12 ആണ്. അപ്പോൾ അതിൽ നിന്ന് ടിയുടെ വാല്യൂ 12/2 നമുക്ക് 6 എന്ന് കിട്ടും. അപ്പോൾ ദീസ് ആർ ദ വാല്യൂസ് ദാറ്റ് വി നീഡ് ടു കാൽക്കുലേറ്റ് എക്സ് ഇസഡ് വൈ ടി. ക്ലിയർ ആണല്ലോ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11ലോട്ട് പോകാം. നമ്മളിപ്പോൾ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ്. ഒരു സ്കെയിലാർ വെച്ചത് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ വെച്ചിട്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ ഇവിടെ വൈ എന്ന് പറയുന്ന വേരിയബിൾ വെച്ചിട്ട് ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്കിത് കിട്ടുന്നു. സോ ലെറ്റ് us ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ എക്സ് വെച്ചിട്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, പ്ലസ് ഈ വൈ വെച്ചിട്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും?
2x എന്ന് വരും. അടുത്തത് ഇവിടെ 3x എന്ന് വരും. ദിസ് പ്ലസ് y minus 1, y into minus 1 is minus y. ഇവിടെ y into 1 is y എന്ന് കിട്ടും. ദിസ് is equal to 10, 5. ഓക്കെ, ഇനി നമുക്ക് എന്തായിരിക്കും കിട്ടുക? അടുത്ത സ്റ്റെപ്പിൽ 2x minus y, ഇവിടെ 3x plus y is equal to 10, 5 എന്ന് പറയുന്നൊരു മെട്രിക്സ് ആണ്. രണ്ട് മെട്രിക്സസ് ഈക്വൽ ആണെങ്കിൽ വി ക്യാൻ ഇക്വേറ്റ് ദ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ്. അതായത് 2x minus y is equal to 10 എന്നും 3x plus y is equal to 5 എന്നും നമുക്ക് എഴുതാം. ഇപ്പോൾ എന്ത് വരും? 2x minus y is equal to 10 അല്ലേ? 3x plus y equal to 5. ഇതാ ഇവിടെ ഈ രണ്ട് വൈയും ക്യാൻസലായി പോകും. ഓക്കെ, ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ സോ നമുക്ക് ഇവിടെ എന്തായിരിക്കും കിട്ടുക? 2x plus 3x is 5x is equal to 10 plus 5 is 15. So what is the value of x? 15 by 5. 15 by 5 is what? 3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 3 എന്ന് കിട്ടി. ഇനി വൈയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ വൈയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കറിയാം 2x minus y ആണ് 10 എന്ന് പറഞ്ഞാൽ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 into 3 ഞാനിവിടെ കൊടുക്കുന്നു. മൈനസ് y is equal to 10 ആണ്. അതായത് 6 minus y is equal to 10. That implies what? y is equal to 6 minus 10 എന്ന് വരും. സോ മൈനസ് 4 ആണ് വൈയുടെ വാല്യൂ വരുന്നത്. സോ എക്സ് ഇസ് ഈക്വൽ ടു 3 എന്നും കിട്ടി, y ഈക്വൽ ടു -4 എന്നും കിട്ടി. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 11ൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 12ലോട്ട് പോകാം. ഇതേപോലെ തന്നെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഫ്രം ദിസ് വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ്, വൈ, ഇസഡ് ആൻഡ് ഡബ്ല്യു. അപ്പോൾ ഞാൻ ആദ്യം ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 into 3 ആണ്. അപ്പോൾ എന്ന് വരും നമുക്ക് 3x, 3y, 3z, 3w വിച്ച് ഇസ് ഈക്വൽ ടു എന്താ അവർ തന്നിരിക്കുന്നത്? ഞാൻ ആ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്ത് എഴുതുവാണേ. എക്സ് പ്ലസ് 4 ആദ്യത്തെ എലമെൻറ്റ്, ദെൻ 6 പ്ലസ് എക്സ് പ്ലസ് വൈ അടുത്ത എലമെൻറ്റ്, 6 പ്ലസ് എക്സ് പ്ലസ് വൈ. ഇവിടെ ഒരു -1 പ്ലസ് ഇസഡ് പ്ലസ് ഡബ്ല്യു, -1 പ്ലസ് ഇസഡ് പ്ലസ് ഡബ്ല്യു. അടുത്ത എലമെൻറ്റ് 2w പ്ലസ് 3. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ രണ്ട് മെട്രിക്സസും ഈക്വൽ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഇക്വേറ്റ് ദ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ്. അപ്പോൾ 3x ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4 എന്ന് കിട്ടും അല്ലേ? 3x ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4 ആണ്. ഞാൻ ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താകും? 3x മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്നാകും. അതായത് 2x ഇസ് ഈക്വൽ ടു 4 എന്നാകും. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ്? 4/2 ഇസ് ഈക്വൽ ടു 1 എന്നാകും. ഇനി 3y ഈക്വൽ ടു 6 പ്ലസ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് എന്താ വരിക? 3y ഇസ് ഈക്വൽ ടു 6 പ്ലസ് എക്സ് പ്ലസ് വൈ. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഇവിടെ 3y, ഈ y ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ -y ആകും. 6 പ്ലസ് എക്സ് ആണ്, എക്സിന് പകരം 2 കൊടുക്കുക. അപ്പോൾ 3y മൈനസ് y ഈസ് വാട്ട്? 2y. 6 plus 2 is 8. So what is the value of y? 8/2 is equal to 4 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതാ ഈ എലമെൻറ്റും ഈ എലമെൻറ്റും കൂടി ഇക്വേറ്റ് ചെയ്യാം. കാര്യം എന്താ? അവിടെ ഡബ്ല്യൂയുടെ ടേം മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് നമുക്ക് ഡബ്ല്യു ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായിരിക്കും വരുന്നത് നോക്കാം. 3w is equal to 2w plus 3 എന്ന് എഴുതാം. അപ്പോൾ 3w മൈനസ് 2w എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു 3. 3w നിന്ന് 2w മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ w ഇസ് ഈക്വൽ ടു നമുക്ക് 3 എന്ന് കിട്ടും. w ഈക്വൽ ടു 3. ഇനി ഒരു എലമെൻറ്റ് കൂടെ കണ്ടുപിടിക്കണം. നമ്മുടെ z 3z ഇസ് ഈക്വൽ ടു -1 പ്ലസ് z പ്ലസ് w എന്ന് എഴുതിക്കൂടെ? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഇക്വേറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. 3z ഇസ് ഈക്വൽ ടു -1 പ്ലസ് z പ്ലസ് w. അപ്പോൾ ഞാൻ ഇസഡിൻ്റെ ടേം LHS സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ 3z മൈനസ് z എന്നാകും. ഈക്വൽ ടു -1 പ്ലസ് w ഇസ് 3 അല്ലേ? 3z മൈനസ് z ഇസ് 2z ഇസ് ഈക്വൽ ടു -1 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ z
2z ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ ഇസഡിൻ്റെ വാല്യൂ എന്താണ്? ഇറ്റ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? എക്സ് ഇസ് ഈക്വൽ ടു 2 കിട്ടി, വൈ ഈക്വൽ ടു 4 കിട്ടി, ഡബ്ല്യു ഈക്വൽ ടു 3 കിട്ടി, ഇസഡ് ഇസ് ഈക്വൽ ടു 1 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. ഐ വിൽ ഷോ ദ ക്വസ്റ്റ്യൻ. സി, ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 13. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. യു നീഡ് ടു പ്രൂവ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എഫ് ഓഫ് എക്സ് എഴുതാം. ഓക്കെ, എഫ് ഓഫ് എക്സ്, അവിടെ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഇതാണ്. കോസ് എക്സ് മൈനസ് സൈൻ എക്സ് 0, സൈൻ എക്സ് കോസ് എക്സ് 0, 0, 0, 1. ഇതാണ് അവർ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇതാണെങ്കിൽ എഫ് ഓഫ് വൈ എന്താ? വെറുതെ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? വൈ കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് വൈ, ഇവിടെ സൈൻ വൈ വരും 0, മൈനസ് സൈൻ വൈ വരും, കോസ് വൈ വരും 0, 0, 0, 1. ഓക്കെ, എന്താ ചെയ്തത്? ജസ്റ്റ് എക്സിൻ്റെ പ്ലേസിൽ ആരെ കൊടുത്തു? ഞാൻ വൈ എന്ന് കൊടുത്തു. അപ്പം നമ്മളോട് LHS പാർട്ടിൽ അവർ പറഞ്ഞിരിക്കുന്ന ഇതാണ്, വി നീഡ് ടു പ്രൂവ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ സാധനമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ LHS പാർട്ട് ആദ്യം കണ്ടുപിടിക്കുന്നു. LHS എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ആണ്. അതായത് ഈ മെട്രിക്സ് ഇൻറ്റു ഈ മെട്രിക്സ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. ദിസ് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പോൾ കോസ് എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ പ്ലസ് 0 ഇൻറ്റു 0. അതാണ് ആദ്യം എഴുതുക. വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വരുന്നത്? കോസ് എക്സ് ഇൻറ്റു കോസ് വൈ ഇസ് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ അല്ലേ? ആ എലമെൻറ്റ് കഴിഞ്ഞു, പ്ലസ് 0, 0 എഴുതണ്ട. ഇനി ഫസ്റ്റ് റോ ഇൻറ്റു ദറ്റ് സെക്കൻഡ് കോളം. അപ്പോൾ എന്ത് വരും? കോസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ വൈ മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് 0 ഇൻറ്റു 0. അപ്പോൾ നമുക്ക് എന്താ വരിക? മൈനസ് കോസ് എക്സ് സൈൻ വൈ അല്ലേ? മൈനസ് കോസ് എക്സ് സൈൻ വൈ. ഇനി എഗെയിൻ മൈനസ് സൈൻ എക്സ് കോസ് വൈ. അതാണല്ലോ വരുന്നത്. ഇനി ഈ റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുന്നു. കോസ് എക്സ് ഇൻറ്റു 0, 0 പ്ലസ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു 0, 0 പ്ലസ് 0 ഇൻറ്റു 1 ഇസ് എഗെയിൻ 0. അപ്പോൾ നമുക്ക് അവിടെ 0 എന്ന് എഴുതിയാൽ പോരെ? 0. നെക്സ്റ്റ് വി ആർ മൾട്ടിപ്ലൈയിങ് ദിസ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പോൾ നോക്കിക്കേ, സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ, ഇറ്റ് ഈസ് സൈൻ എക്സ് കോസ് വൈ. ഓക്കെ, ഇനി കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ, ഇറ്റ് ഈസ് കോസ് എക്സ് സൈൻ വൈ. ദെൻ 0 ഇൻറ്റു 0, 0 അത് എഴുതണ്ടല്ലോ. ഇനി ഇതേ ഇൻറ്റു ദിസ് റോ ഇൻറ്റു ദിസ് കോളം. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ദെൻ കോസ് എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് കോസ് എക്സ് കോസ് വൈ. ദെൻ 0 ഇൻറ്റു 0, 0 അത് എഴുതണ്ട. ഇനി ദിസ് റോ ഇൻറ്റു ദിസ് കോളം. സൈൻ എക്സ് ഇൻറ്റു 0, 0 ആണ്. കോസ് എക്സ് ഇൻറ്റു 0 എഗെയിൻ 0, 0 ഇൻറ്റു 1 ഇസ് 0. അപ്പോൾ നമുക്ക് ഈ എലമെൻറ്റ് 0 എന്ന് വരും. ഇനി ഒരു റോയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. ദിസ് റോ ഇൻറ്റു ദി ഫസ്റ്റ് കോളം. അപ്പോൾ 0 ഇൻറ്റു കോസ് വൈ ഇസ് 0, 0 ഇൻറ്റു സൈൻ വൈ ഇസ് എഗെയിൻ 0, 1 ഇൻറ്റു 0 ഇസ് 0. അപ്പോൾ നമുക്ക് ഈ ടേം 0 ആയിട്ട് മാറും. ആൻഡ് 0 ഇൻറ്റു
0 ഇൻറ്റു മൈനസ് സൈൻ വൈ 0, 0 ഇൻറ്റു കോസ് വൈ 0, 1 ഇൻറ്റു 0 ഇസ് അഗെയിൻ 0. അപ്പോൾ ഈ ടേമും എന്താകും 0 ആകും. ആൻഡ് അഗെയിൻ ഇതേ ഇൻറ്റു ദിസ് കോളം. അപ്പോൾ 0 ഇൻറ്റു 0 0, 0 ഇൻറ്റു 0 അഗെയിൻ 0, 1 ഇൻറ്റു 1 ഇസ് 1. അപ്പോൾ അവിടെ എന്താ വരിക? 1 വരും. ഓക്കെ. ഇനി നമ്മൾ കഴിഞ്ഞ വർഷം അതായത് +1 പഠിച്ച ഒരു കാര്യം നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. നമുക്കറിയാം കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നുമല്ല, ഇറ്റ് ഈസ് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ. അപ്പോൾ +1 പഠിച്ച കാര്യങ്ങൾ അവിടെ ഇട്ടിട്ട് വരരുത്, അത് ഇവിടെയും വേണം. ഓക്കെ. ഇനി ഇവിടെ ഈ ടേമിൽ നമുക്കൊരു മൈനസ് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തായിരിക്കും വരുന്നത്? കോസ് എക്സ് സൈൻ വൈ പ്ലസ് സൈൻ എക്സ് കോസ് വൈ എന്ന് വരും അല്ലേ? അത് ശരിക്കും എന്താണ്? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ അല്ലേ? അപ്പോൾ ഇതിന് പകരം നമ്മൾ എന്തെഴുതും? മൈനസ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതും. ഓക്കെ, മൈനസ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. കാര്യം എന്താ? ഇവിടെ നിന്ന് ഒരു മൈനസ് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ടേം ആരാണ്? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ആണ്. ഓക്കെ, 0. ഇനി അടുത്ത എലമെൻറ്റ് ഇതെന്താണ്? നമ്മളിപ്പോൾ എഴുതിയ അതേ സാധനം തന്നെയാണ് ഇവിടെ വരിക. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ഇറ്റ് ഇസ് വാട്ട്? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ. ദെൻ അടുത്തത് മൈനസ് സൈൻ എക്സ് സൈൻ വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ഈ ടേം തന്നെ മൈനസ് സൈൻ എക്സ് സൈൻ വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. എന്തായിരുന്നു അത്? കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ആയിരുന്നു. 0 അതുപോലെ തന്നെ ഇവിടെ 0 0 1. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കേ, ഒന്നൊന്ന് കമ്പയർ ചെയ്തേ. ഇത് കോസ് എക്സ്, അതെന്തായി? കോസ് ഓഫ് എക്സ് പ്ലസ് വൈ. എക്സിൻ്റെ പ്ലേസിൽ എക്സ് പ്ലസ് വൈ ആയി. ഇവിടെ മൈനസ്, ഇവിടെ മൈനസ് ഉണ്ട്. മൈനസ് സൈൻ എക്സ് എന്തായി? മൈനസ് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ആയി. 0 0 1 0 0 1 അതുപോലെ തന്നെ ഈ 0 0 1 0 0 1 അതുപോലെ തന്നെ. ഇനി നമുക്ക് ഈ 2 ടേംസ് നോക്കിയാൽ മതി. സൈൻ എക്സ് എന്തായി? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ആയി. കോസ് എക്സ് എന്തായി? കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ആയി. അതായത് നമ്മുടെ എഫ് ഓഫ് എക്സ് ഇതായിരുന്നെങ്കിൽ അടുത്ത നമുക്കിപ്പോൾ എൽ എച്ച് എസ് ചെയ്തു വന്നപ്പോൾ നമുക്ക് അതേ കാര്യം തന്നെ എക്സിൻ്റെ പ്ലേസിൽ എക്സ് പ്ലസ് വൈ ആയി. അപ്പോൾ ഈ മെട്രിക്സ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇപ്പോൾ കിട്ടിയ മെട്രിക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു മറ്റേത് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇതെന്താ? എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ആണ്. ആ കാര്യമായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്? എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് ചെയ്തു വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് കിട്ടി. അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 30. ഓക്കെ, എന്താ ചെയ്തത്? തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ആദ്യം എടുത്ത് എഴുതി, എക്സിന് പകരം വൈ കൊടുത്ത് എഫ് ഓഫ് വൈ എഴുതി. ദെൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ നമ്മളിങ്ങനെ ചെയ്തു വന്നപ്പോൾ നമ്മൾ +1 പഠിച്ച കുറച്ച് ഫോർമുലാസ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ടി വന്നു. കോസ് ഓഫ് എക്സ് പ്ലസ് വൈയും സൈൻ ഓഫ് എക്സ് പ്ലസ് വൈയും അപ്ലൈ ചെയ്തു വന്നപ്പോൾ നമുക്കിങ്ങനെ എഫ് ഓഫ് എക്സിൻ്റെ എഫ് ഓഫ് വൈ ചെയ്തു വന്നപ്പോൾ എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് കിട്ടി. അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു അവർ RHS. Therefore LHS is equal to RHS. Hence verified the result. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തത് 13 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി